നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 26-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് സംസ്ഥാനത്തെ ഒരു ജില്ലയിലും പ്രത്യേക അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജൂൺ 29-ാം തീയതി തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ ജൂൺ 27-ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂൺ 28-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ജൂൺ 29-ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ ജൂൺ 27 മുതൽ 29 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വാണിജ്യ LPG വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന താൽക്കാലിക നിയന്ത്രണങ്ങൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചു. നിയന്ത്രണങ്ങൾ നീക്കിയ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രാലയ സെക്രട്ടറി നീരജ് മിത്തൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ വാണിജ്യ LPG വിതരണം പ്രതിസന്ധിക്ക് മുൻപുള്ള നിലവാരത്തിലേക്ക് ഉടൻ തന്നെ തിരിച്ചെത്തുന്നതാണ്. ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപഭോഗത്തിൻ്റെയൊക്കെ തന്നെ 50% വരെയെങ്കിലും ഉടനടി പുനഃസ്ഥാപിക്കുമെന്നാണ് മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം ഒരു ദീർഘകാല പരിഹാരമെന്ന നിലയിൽ സംസ്ഥാനങ്ങൾ PNG സംവിധാനത്തിലേക്ക് മാറുന്ന കാര്യം ഗൗരവമായി തന്നെ പരിഗണിക്കണമെന്ന നിർദ്ദേശവും കേന്ദ്രം ആവർത്തിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം സാധാരണ നിലയിലായതാണ് രാജ്യത്തെ LPG പ്രതിസന്ധിക്ക് വേഗത്തിൽ പരിഹാരമായത്. എന്നാൽ വാണിജ്യ സിലിണ്ടറുകളുടെയൊക്കെ തന്നെ നിലവിലെ വില വർധനവ് പിൻവലിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുതിയ നിർദ്ദേശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എണ്ണ വിതരണ കമ്പനികളുടെ അടുത്ത യോഗത്തിലായിരിക്കും വില കുറയ്ക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുക. അടുത്തിടെ വാണിജ്യ സിലിണ്ടറുകളുടെയൊക്കെ തന്നെ വില കുതിച്ചുയർന്നത് ഹോട്ടൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർധനവിനും വലിയ രീതിയിൽ ഇടയാക്കി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷാ ഫീസിൽ ഗണ്യമായ വർധനവ് ഏർപ്പെടുത്തി. 18 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്ക് നിലവിൽ 1500 രൂപയായിരുന്ന 36 പേജുള്ള പാസ്പോർട്ടിൻ്റെ നിരക്ക് 1000 രൂപ വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കി നിശ്ചയിച്ചു. 60 പേജുള്ള പാസ്പോർട്ടുകൾക്ക് ഇനി മുതൽ 3500 രൂപ നൽകണം. 15 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാർക്ക് 1750 രൂപയാണ് പുതിയ ഫീസ്. ഇതിനു പുറമെ തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷകൾക്കുള്ള നിരക്കും 5000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മികച്ച യാത്രാ സൗകര്യങ്ങളാണ് ലഭിക്കുന്നത്. 27 രാജ്യങ്ങളിൽ വിസയില്ലാതെ സഞ്ചരിക്കാമെന്നതിനൊപ്പം തന്നെ 47 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ സൗകര്യവും 66 രാജ്യങ്ങളിൽ ഈ വിസ സൗകര്യവും ഇന്ത്യക്കാർക്ക് ലഭ്യമാണ്. അതേസമയം ഇന്ത്യൻ പാസ്പോർട്ട് എന്നത് കേവലം ഒരു യാത്രാരേഖ മാത്രമാണെന്നും അത് ഒരു വ്യക്തിയുടെ പൗരത്വം തെളിയിക്കാനുള്ള അന്തിമ രേഖയല്ലെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ട് നൽകുന്നത് എന്നതിനാൽ തന്നെ പൗരത്വം തെളിയിക്കുന്ന മറ്റ് രേഖകളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യരുതെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. രേഖയിൽ വ്യക്തമാക്കുന്നത് പോലെ പാസ്പോർട്ട് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണെന്നും അതിനാൽ തന്നെ ആവശ്യപ്പെടുന്ന പക്ഷം ഇത് സർക്കാരിലേക്ക് തിരികെ നൽകാൻ കൈവശക്കാരൻ ബാധ്യസ്ഥനാണെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സ്വർണ്ണവിലയിലെ നിരന്തരമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകളെ തുടർന്ന് പണയ സ്വർണ്ണ വ്യവസ്ഥകളിലൊക്കെ തന്നെ കർശന മാറ്റങ്ങളുമായിട്ട് മിക്ക ദേശസാൽകൃത ബാങ്കുകളും രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം ബാങ്ക് നേരിട്ട് തുക അടച്ച് ഏറ്റെടുക്കുകയും തുടർന്ന് തങ്ങളുടെ ബാങ്കിലേക്ക് പുതിയ പണയമായിട്ട് മാറ്റുകയും ചെയ്യുന്ന ടേക്ക് ഓവർ സംവിധാനമാണ് ഇപ്പോൾ പല ബാങ്കുകളും താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നത്. പകരം മറ്റു ബാങ്കുകളിലോ പണമിടപാട് സ്ഥാപനങ്ങളിലോ പണയത്തിലിരിക്കുന്ന സ്വർണം അത് ഉപഭോക്താക്കൾ തന്നെ നേരിട്ട് തിരിച്ചെടുത്ത് കൊണ്ടുവന്നാൽ മാത്രം സ്വീകരിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വർണ്ണവില കുതിച്ചു നിൽക്കുന്ന സമയത്ത് അന്നത്തെ ഉയർന്ന നിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും വായ്പ എടുക്കാറുള്ളത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പരമാവധി തുക നൽകുമെങ്കിലും പലിശ വളരെയധികം കൂടുതലായിരിക്കും. നിലവിൽ സ്വർണ്ണവില കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ വായ്പയെടുത്ത സമയത്തെ തുകയും അതിൻ്റെ പലിശയും ഉപഭോക്താക്കൾക്ക് അടച്ചു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബാങ്കുകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്നുണ്ട്.
ഇതിനാലാണ് ഗോൾഡ് ലോണും പലിശയും ചേർത്തുള്ള ടേക്ക് ഓവർ സംവിധാനം മിക്കവാറും ബാങ്കുകൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ബാങ്കുകൾ ഈ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, സാമ്പത്തികമായി അത്യാവശ്യഘട്ടം വരുമ്പോൾ ഉയർന്ന പലിശയാണെങ്കിൽ പോലും കൂടുതൽ തുക ലഭിക്കുമെന്നത് കണ്ടാണ് പലരും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്വർണം പണയം വയ്ക്കുന്നത്. എന്നാൽ പലിശ ഉൾപ്പെടെ മുടങ്ങുന്ന സാഹചര്യം വന്നാൽ സ്വർണം തിരിച്ചെടുക്കാൻ ഭീമമായിട്ടുള്ള തുക നൽകേണ്ടി വരും. ഉദാഹരണത്തിന് 24% വാർഷിക പലിശ ഈടാക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം വായ്പ എടുത്താൽ 1 വർഷത്തെ വായ്പാ കാലാവധി കഴിയുമ്പോൾ 1,24,000 രൂപയോളം അടയ്ക്കേണ്ടി വരും. ഇതിന് കഴിയാതെ വരുമ്പോഴാണ് കുറഞ്ഞ പലിശയിലൊക്കെ തന്നെ വായ്പ നൽകുന്ന ദേശസാൽകൃത ബാങ്കുകളെയൊക്കെ തന്നെ സാധാരണക്കാർ സമീപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മിക്ക പൊതുമേഖലാ ബാങ്കുകളും ടേക്ക് ഓവർ സംവിധാനം പരിമിതപ്പെടുത്തിയ സാഹചര്യത്തിൽ വായ്പയ്ക്കായിട്ട് ഈട് നൽകിയിട്ടുള്ള സ്വർണം ലേലത്തിൽ പോകുമോ എന്ന കടുത്ത ആശങ്കയിലാണ് ഇപ്പോൾ സാധാരണക്കാർ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്കുള്ള ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായി തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പ്രതിമാസ ആനുകൂല്യങ്ങൾ പൂർണ്ണ തോതിൽ വിതരണം ചെയ്യുന്നതിനായിട്ട് 1080 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് ഇത്തവണ അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ അർഹരായവരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതമുള്ള പെൻഷൻ തുക ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിലവിൽ തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ബാങ്കുകളുടെ സെർവർ പ്രവർത്തനക്ഷമതയും സാങ്കേതിക നടപടിക്രമങ്ങളും ഒക്കെ അനുസരിച്ച് തുക അക്കൗണ്ടുകളിൽ പ്രതിഫലിക്കുന്നതിൽ മണിക്കൂറുകളുടെയൊക്കെ തന്നെ സമയവ്യത്യാസം ഉണ്ടായേക്കാമെന്നതിനാൽ തന്നെ തുക ഉടനടി അക്കൗണ്ടിൽ കാണാത്തവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും വരും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തുക കൃത്യമായി നിങ്ങൾക്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാകുന്നതാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ, അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷനുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ ഘട്ടത്തിൽ തുക ലഭിക്കുമെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ പദ്ധതിയുടെ പരിധിയിൽ വരുന്നതല്ലെന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കൗണ്ടില്ലാത്തവർക്ക് പണം നേരിട്ടെത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ പെൻഷൻ തുക മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് വകമാറ്റുകയോ പിടിച്ചു വയ്ക്കുകയൊക്കെ ചെയ്യരുതെന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. കൂടാതെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള NSAP ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതം കുറച്ചുള്ള തുകയായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ടാവുക. എന്നാൽ ഈ കുറവ് വന്ന തുക അത് പരമാവധി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. രാജ്യത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്ന അന്ത്യോദയ അന്ന യോജന AY അഥവാ മഞ്ഞ റേഷൻ കാർഡ് വ്യവസ്ഥകളിലൊക്കെ തന്നെ നിർണായക മാറ്റങ്ങൾ വരുത്താനായിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിൻ്റെ ഭാഗമായി 2013 അന്നത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് കേന്ദ്രത്തിൻ്റെ നിലവിലത്തെ തീരുമാനം. നിലവിലെ നിയമപ്രകാരം മഞ്ഞ റേഷൻ കാർഡുള്ള ഓരോ കുടുംബത്തിനും അതിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പരിഗണിക്കാതെ തന്നെ പ്രതിമാസം 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ ആനുകൂല്യ രീതിക്ക് മാറ്റം സംഭവിക്കും. ഇനി മുതൽ ഒരു കുടുംബത്തിന് ഒന്നായി 35 കിലോ നൽകുന്നതിന് പകരം കുടുംബത്തിലെ ഓരോ അംഗത്തിനും 7 കിലോഗ്രാം വീതമായിരിക്കും സൗജന്യ ഭക്ഷ്യധാന്യം അനുവദിക്കുക. 5 അംഗങ്ങളിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് പുതിയ നിയമം വലിയ തിരിച്ചടിയാകും. കേന്ദ്ര സർക്കാരിൻ്റെ ഈ പുതിയ തീരുമാനം സംസ്ഥാനത്തിന് ലഭിക്കുന്ന അരിയുടെ മൊത്തം വിഹിതത്തെ കാര്യമായി ബാധിക്കുമെന്നും ഇത് സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് തുല്യമാണെന്നും സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുകയാണ്. 2026 ജൂൺ 25 ഇന്നലെ വ്യാഴാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 255 രൂപ കുറഞ്ഞ് 12,845 രൂപയും പവന് 2,040 രൂപ കുറഞ്ഞ് 1,02,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.